സോ അടുത്തതാണ് സക്സഷൻ ഓഫ് പ്ലാന്റ്സ്. എങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ സക്സഷൻ നടക്കുന്നത്? നമ്മൾ ഇക്കോളജിക്കൽ സക്സഷൻ എന്താണെന്ന് പറഞ്ഞു. അവിടെ പ്ലാന്റ്സിൻ്റെ സക്സഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. സോ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ദ ഹാബിറ്ററ്റ്, ഏത് തരത്തിലുള്ള ഹാബിറ്ററ്റാണ് അതിൻ്റെ നേച്ചർ അനുസരിച്ച്, വെദർ അത് വാട്ടറിലാണോ അതോ അല്ലെങ്കിൽ വെറ്റ് ഏരിയാസിലാണോ അല്ലെങ്കിൽ ഡ്രൈ ഏരിയാസിലാണോ, അങ്ങനെ ഹാബിറ്ററ്റിൻ്റെ നേച്ചർ അനുസരിച്ച് രണ്ട് ടൈപ്പ് സക്സഷനാണ് പ്ലാന്റ്സിന് സംഭവിക്കുന്നത്. അതാണ് വെദർ ഇറ്റ് ഈസ് ഇൻ വാട്ടർ ഓർ വെറ്റ് ഏരിയാസ്. വെറ്റ് ഏരിയാസ് അല്ലെങ്കിൽ വാട്ടറിലാണെങ്കിൽ അതിന് ഹൈഡ്രാർച്ച് സക്സഷൻ എന്ന് പറയുന്നു. അതേസമയം അത് ഡ്രൈ ഏരിയാസിലാണെങ്കിൽ അതിന് സിറാർച്ച് എന്ന് പറയുന്നു. സിറിക് കണ്ടീഷൻ നമുക്കറിയാം ഡ്രൈ കണ്ടീഷൻസ് ആണ്. ഹൈഡ്രാർച്ച് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടീഷൻ ആണ്. സോ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഹാബിറ്ററ്റ്, സോ ഹാബിറ്ററ്റ് ഏത് ടൈപ്പ് ഹാബിറ്ററ്റ്, ഏത് നേച്ചറിലുള്ള ഹാബിറ്ററ്റ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സക്സഷൻ ഓഫ് പ്ലാന്റ്സിൽ രണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാട്ടർ അല്ലെങ്കിൽ വെറ്റ് ഏരിയാസിലാണെങ്കിൽ അത് ഹൈഡ്രാർച്ച് സക്സഷൻ എന്നും, ഡ്രൈ ഏരിയാസിലാണെങ്കിൽ അതിനെ സിറാർച്ച് സക്സഷൻ എന്നും പറയുന്നു. സോ ഹൈഡ്രാർച്ച് സക്സഷൻ നമ്മൾ പറഞ്ഞു വാട്ടർ എന്ന് പറഞ്ഞു. സോ വാട്ടർ അല്ലെങ്കിൽ വെറ്റ് ഏരിയാസിൽ കാണപ്പെടുന്ന സക്സഷൻ ആണ് ഹൈഡ്രാർച്ച് സക്സഷൻ. സോ അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഹൈഡ്രിക് എന്ന് പറഞ്ഞ ആ സിറ്റുവേഷനിൽ നിന്ന്, വാട്ടർ കണ്ടീഷനിൽ നിന്ന് മീസിക് കണ്ടീഷനിലേക്ക് അത് മാറുന്നു. സോ ഹൈഡ്രാർച്ച് സക്സഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ, ഹൈഡ്രാർച്ച് സക്സഷൻ എവിടെയാണ് നടക്കുന്നത്? വെറ്റ് ഏരിയാസ് അല്ലെങ്കിൽ വാട്ടറുള്ള ഏരിയാസിലാണ് ഹൈഡ്രാർച്ച് സക്സഷൻ നടക്കുന്നത്. സോ അതിൻ്റെ സക്സഷണൽ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സക്സഷണൽ സീരീസ് പ്രോഗ്രസ് ചെയ്യണമെന്ന് വെച്ചാൽ, വാട്ടറിൽ നടക്കുന്നത് അത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഹൈഡ്രിക് കണ്ടീഷൻ ടു മീസിക് കണ്ടീഷനായിട്ട് മാറുന്നു. സോ സക്സഷണൽ സീരീസ് പ്രോഗ്രസ് ഫ്രം വാട്ടർ കണ്ടീഷൻ ടു മീസിക് കണ്ടീഷൻ. മീസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈയുമല്ല ഒരുപാട് വെറ്റുമല്ലാത്ത മീഡിയം വാട്ടർ കണ്ടീഷനാണ് മീസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഹൈഡ്രാർച്ച് സക്സഷൻ നടക്കുന്നത് വെറ്റ് ഏരിയാസിൽ അല്ലെങ്കിൽ വാട്ടർ കണ്ടീഷൻസിലാണ്. അവിടെ സീരീസ് ഓഫ് പ്രോഗ്രസ് നടക്കുന്നത് വാട്ടർ കണ്ടീഷൻ, നല്ലോണം വാട്ടറുള്ള കണ്ടീഷൻ വെറ്റ് ഏരിയാസിൽ നിന്ന് ഹൈഡ്രിക് കണ്ടീഷനിൽ നിന്നും ആ സീരീസ് പ്രോഗ്രസ് ചെയ്ത് എവിടേക്ക് എത്തുന്നു? മീസിക് കണ്ടീഷൻ, മീഡിയം വാട്ടർ കണ്ടീഷനിലേക്ക് എത്തുന്നു. അതേസമയം സിറാർച്ച് സക്സഷൻ നമ്മൾ പറഞ്ഞു. സിറാർച്ച് സക്സഷൻ എന്താണ്? അത് ഡ്രൈ ഏരിയാസിൽ നടക്കുന്ന സക്സഷനാണ്. സോ സിറാർച്ച് സക്സഷനിൽ അവിടെ സീരീസ് ഓഫ് സക്സഷനിൽ പ്രോഗ്രസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈ കണ്ടീഷൻ സിറിക് ടു മീസിക് കണ്ടീഷനിലേക്കാണ് അതിൻ്റെ സീരീസ് ഓഫ് പ്രോഗ്രസ് നടക്കുന്നത്. സോ ഹൈഡ്രാർച്ച് സക്സഷൻ ആണെങ്കിലും സിറാർച്ച് സക്സഷൻ ആണെങ്കിലും അതിൻ്റെ എൻഡ്, അത് ഫൈനലി ലീഡ് ചെയ്യുന്നത് എവിടേക്കാണ്? മീസിക് കണ്ടീഷൻ. നൈദർ നമ്മൾ പറഞ്ഞ ഹൈഡ്രാർച്ച് സക്സഷൻ ആണെങ്കിലും സിറാർച്ച് സക്സഷൻ ആണെങ്കിലും രണ്ടും എത്തുന്നത് എവിടേക്കാണ്? മീസിക് കണ്ടീഷൻ. മീസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം വാട്ടർ കണ്ടീഷൻ. ഒരുപാട് ഡ്രൈ, നൈദർ ടു ഡ്രൈ നോർ ടു വെറ്റ്, ഒരുപാട് വെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഹൈഡ്രിക് പോലത്തെ കണ്ടീഷനും അല്ല, ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സിറിക് പോലത്തെ കണ്ടീഷനും അല്ല. ഇത് രണ്ടുമല്ലാത്ത മീഡിയം വാട്ടർ കണ്ടീഷനാണ് മീസിക് കണ്ടീഷൻ. സോ ഹൈഡ്രാർച്ച് സക്സഷൻ ആണെങ്കിലും എവിടെ വെറ്റ് ഏരിയാസ് അല്ലെങ്കിൽ വാട്ടറിലുള്ള അവിടെ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈഡ്രാർച്ച് സക്സഷൻ ആണെങ്കിലും സിറാർച്ച് സക്സഷൻ ഡ്രൈ ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിറാർച്ച് സക്സഷൻ ആണെങ്കിലും ഇവിടെ രണ്ട് സ്ഥലത്തുനിന്നും ഹൈഡ്രിക് എന്നും സിറിക് എന്നും സ്റ്റാർട്ട് ചെയ്ത് ആ സീരീസ് ഓഫ് പ്രോഗ്രസ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? മീസിക് കണ്ടീഷൻ. നൈദർ ടു ഡ്രൈ നോർ ടു വെറ്റ്, സിറിക്കുമല്ല അല്ലെങ്കിൽ ഹൈഡ്രിക്കുമല്ലാത്ത മീഡിയം വാട്ടർ കണ്ടീഷനിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏതൊരു സക്സഷനിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കോളജിക്കൽ സക്സഷൻ അവിടെ ആദ്യം ഉണ്ടാകുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ പൈനിയർ സ്പീഷീസ് എന്ന് പറയാം. സോ പൈനിയർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഇൻവൈറ്റ് എ ബെയർ ഏരിയ, ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ബെയർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു സ്പീഷീസ് ഇൻവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പുതുതായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൈനിയർ സ്പീഷീസ്. ഫസ്റ്റ് ഫോംഡ് സ്പീഷീസ്, അതാണ് പൈനിയർ. സോ പൈനിയർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഇൻവേഡ് എ ബെയർ ഏരിയ. സോ ഒരു ബെയർ ഏരിയയിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന, ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന സ്പീഷീസ്, അവിടെ ഫോം ചെയ്യുന്ന സ്പീഷീസുകളാണ് നമ്മൾ പൈനിയർ സ്പീഷീസ് എന്ന് പറയുന്നത്. സോ പൈനിയർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഇൻവേഡ് എ ബെയർ ഏരിയ,
ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൈനിയർ സ്പീഷീസ്. സോ പൈനിയർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത്, ഒരു ബെയർ ഏരിയയിൽ ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു സ്പീഷീസിനെയാണ് പൈനിയർ സ്പീഷീസ് എന്ന്, ഫസ്റ്റ് ഫോംഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ. സോ പൈനിയർ സ്പീഷീസ് ദാറ്റ് ഇൻവേഡ് എ ബെയർ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം ഒന്നുമില്ലാതിരുന്ന ഒരു ബെയർ ഏരിയ. സോ ആ ബെയർ ഏരിയയിൽ ഒരു സ്പീഷീസ് ഫോം ചെയ്യണമെങ്കിൽ, അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൈനിയർ സ്പീഷീസ് അഥവാ ഫസ്റ്റ് ഫോംഡ് സ്പീഷീസ്. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രൈമറി സക്സഷൻ ഓൺ റോക്സ്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് സക്സഷൻ ഉണ്ട്, ഹൈഡ്രാർ സക്സഷൻ ഉണ്ട്, സിറാർ സക്സഷൻ ഉണ്ട്. 2 സക്സഷനിലും അതിൻ്റെ എൻഡിങ്, സീരീസ് ഓഫ് പ്രോഗ്രസ് എൻഡ് ചെയ്യുന്നത് മീഡിയം വാട്ടർ കണ്ടീഷനായ മീസിക്കിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈമറി സക്സഷൻ ഓൺ റോക്സ്, ഈ റോക്കുകളിൽ, ആ ബെയർ ആയിട്ടുള്ള റോക്കുകളിൽ എങ്ങനെയാണ് ആദ്യത്തെ സക്സഷൻ, പ്രൈമറി സക്സഷൻ തുടങ്ങുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? സോ പ്രൈമറി സക്സഷൻ ഓൺ റോക്സിൽ നോക്കുമ്പോൾ ആദ്യത്തെ സ്പീഷീസ്, ഏത് സക്സഷനിലും അവിടെ ഒരു പൈനിയർ ഫസ്റ്റ് ഫോംഡ് സ്പീഷീസ് ഉണ്ടായിരിക്കും. സോ പ്രൈമറി സക്സഷൻ ഓൺ റോക്സിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പൈനിയർ സ്പീഷീസ് ലൈക്കൻസ് ആണ്. ഈ പ്രൈമറി സക്സഷൻ ഓൺ റോക്സിൻ്റെ കേസിൽ ആദ്യം ഫോം ചെയ്യുന്ന ആ സ്പീഷീസ് എന്ന് ഫസ്റ്റ് ഫോംഡ് സ്പീഷീസ് എന്താണ്? ലൈക്കൻസ്. നമുക്കറിയാം ആൽഗെ ഫംഗൈൻ്റെ കോമ്പിനേഷൻ. സോ ഈ ലൈക്കൻസ് ആണ് ആദ്യം ഉണ്ടാവുന്നത്. ലൈക്കൻസിന് സം ആസിഡ്സിനെ സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ലൈക്കൻസ് ആർ ഏബിൾ ടു സെക്രീറ്റ് സം ഫോം ഓഫ് ആസിഡ്സ്. സോ ലൈക്കൻസ് ചില ആസിഡ്സുകളെ സെക്രീറ്റ് ചെയ്യുന്നു. ആസിഡുകൾ നമ്മൾ പറഞ്ഞ ഒരു റോക്കിലാണ്. സോ ആ റോക്കിനെ ആ ആസിഡുകൾ ഡിസോൾവ് ചെയ്യുന്നു. അങ്ങനെ ആ റോക്ക് ആസിഡ് വഴി ഡിസോൾവ് ആയി എന്ത് സംഭവിക്കുന്നു? അതൊരു വെതറിങ് ഓഫ് റോക്കിലേക്ക് ലീഡ് ചെയ്യുന്നു, അതായത് സോയിൽ ഫോർമേഷൻ സംഭവിക്കുന്നു. സോ ആദ്യം ഉണ്ടാകുന്ന ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ലൈക്കൻസ് ആണ് റോക്കിൽ. ആ ലൈക്കൻസ് എന്ത് ചെയ്യുന്നു? സം ഫോം ഓഫ് ആസിഡ്സുകളെ സെക്രീറ്റ് ചെയ്യുന്നു. ആ ആസിഡ്സ് ആ റോക്കിനെ ഡിസോൾവ് ചെയ്ത് വെതറിങ് ഓഫ് റോക്ക് സംഭവിച്ച് സോയിൽ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ സോയിൽ ഫസ്റ്റ് ഫോം ചെയ്ത്, നമ്മൾ പറഞ്ഞു എപ്പോഴും അവിടെ ഏതൊരു സക്സഷൻ നടക്കുമ്പോൾ അവിടെ ആദ്യം നമുക്ക് വേണ്ടത് സോയിലാണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഓഫ് സോയിലാണ്. സോ അപ്പോൾ അവിടെ ലൈക്കൻസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ആസിഡിൽ നിന്ന് ആ റോക്ക് ഡിസോൾവ് ചെയ്ത് അവിടെ സോയിൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ സോയിൽ ഫോർമേഷൻ നടന്നതുകൊണ്ട് പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ഓർഗാനിസം അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. സോ സോയിൽ ഫോർമേഷൻ കാരണം ലേറ്റർ പിന്നീട് എന്തുണ്ടാവുന്നു? ബ്രയോഫൈറ്റ്സിൻ്റെ ഫോർമേഷൻ സംഭവിക്കുന്നു. സോ ദാറ്റ് ലീഡ് ടു സോയിൽ ഫോർമേഷൻ ലീഡ് ടു എന്താണ്? ലേറ്റർ ബ്രയോഫൈറ്റ്സുകൾ ഫോം ചെയ്യുന്നു. അത് സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ബ്രയോഫൈറ്റ്സുകൾ ഫോം ചെയ്യുന്നു. ബ്രയോഫൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഫോം ചെയ്ത സോയിലിനെ കുറച്ചൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. സോ ലൈക്കൻസ് ആസിഡ്സ് സെക്രീറ്റ് ചെയ്ത് അവിടെയുള്ള റോക്കിനെ ഡിസോൾവ് ചെയ്ത് സോയിൽ ഫോർമേഷൻ സംഭവിക്കുന്നു. ആ സോയിലിൽ എന്താ പറയുക വെച്ചാൽ സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ബ്രയോഫൈറ്റ്സ് ഫോം ചെയ്യുന്നു. ബ്രയോഫൈറ്റ്സിനാണെങ്കിൽ അവിടുത്തെ സോയിലിനെ ക്യാൻ ഏബിൾ ടു ഹോൾഡ് സം എമൗണ്ട് ഓഫ് സോയിൽ. സോ സോയിലിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വിത്ത് ടൈം പിന്നെ ബിഗ്ഗർ പ്ലാന്റ്സുകൾ അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. സോ സോയിൽ ഫോർമേഷൻ ഉള്ള സമയത്ത് കുറച്ച് പ്ലാന്റ്സിന് ആ ബ്രയോഫൈറ്റ്സിന്, സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ബ്രയോഫൈറ്റ്സിന് അവിടെയുള്ള സോയിലിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയുന്നു. പിന്നെ കാലക്രമേണ കുറച്ചുകൂടി ബിഗർ പ്ലാന്റ്സുകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെയും ഒരുപാട് മോർ ആൻഡ് മോർ സിറാൽ സ്റ്റേജസിന് ശേഷം എന്തായിട്ട് മാറുന്നു? അത് ബിഗർ പ്ലാന്റ്സിൽ നിന്ന് പിന്നീട് അൾട്ടിമേറ്റ്ലി ഒരു സ്റ്റേബിൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ആ സ്റ്റേബിൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ആയിരിക്കും. സോ ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ലാസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. സോ എങ്ങനെയാണ് റോക്കിൽ സക്സഷൻ നടക്കുന്നത്? പ്രൈമറി സക്സഷൻ എങ്ങനെയാണ് നടന്നത്? ആ റോക്കിൽ ആദ്യം ഫോം ചെയ്ത പൈനർ സ്പീഷീസ് ലൈക്കൻസ് ആയിരുന്നു. ലൈക്കൻസ് ആസിഡ്സ് സെക്രീറ്റ് ചെയ്യുന്നു. ആ ആസിഡ്സ് കാരണം ആ റോക്ക് ഡിസോൾവ് ചെയ്ത് അവിടെ സോയിൽ ഫോർമേഷൻ നടക്കുന്നു. പിന്നീട് അതിന് ശേഷം സ്മോൾ പ്ലാന്റ്സ് പോലത്തെ ബ്രയോഫൈറ്റ്സ് ഫോം ചെയ്ത് അവിടെയുള്ള സോയിലിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. പിന്നീട് കാലക്രമേണ ബിഗർ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീട് വീണ്ടും ഒരുപാട്
സക്സഷൻ സ്റ്റേജസിന് ശേഷം അവിടെ ഒരു സ്റ്റേബിൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഫോം ചെയ്യുന്നത് എന്താ? ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. ഒരു മീസിക് കണ്ടീഷനിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. സോ ഈ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കും. എത്രത്തോളം? ആസ് ലോങ് ആസ് ദ എൻവയോൺമെൻറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. അതിൻ്റെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആവാത്തോടത്തോളം കാലം ആ കമ്മ്യൂണിറ്റി, ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കും. ആ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയിലെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ മാത്രമേ ആ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി മാറി വേറൊരു ഇതായിട്ട് മാറുള്ളൂ. സോ അല്ലെങ്കിൽ ആ സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിട്ടുള്ള ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെ അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കും. എത്രത്തോളം കാലം എൻവയോൺമെൻറ്റ് മാറ്റം വരാതിരിക്കുന്നു അത്രത്തോളം ആ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെ സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നു. സോ കാലക്രമേണ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സീറിക് ആയിട്ടുള്ള ഹാബിറ്ററ്റ് കൺവേർട്ട് ചെയ്ത് ഒരു മീസിക് കണ്ടീഷനിലേക്ക് മാറുന്നു. സോ അതാണ് പ്രൈമറി സക്സഷൻ ഓൺ റോക്ക്. സോ റോക്കിൽ ഒരു സീറിക് കണ്ടീഷൻ ആയിരുന്നു. സോ ആ സീറിക് കണ്ടീഷൻ വിത്ത് ടൈം കാലക്രമേണ എന്തായിട്ട് മാറുന്നു? ഒരു മീസിക് കണ്ടീഷനിലേക്ക് എത്തുന്നു. ഫൈനൽ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അതാണ് നമ്മൾ പറഞ്ഞത്, ഹൈഡ്രിക് ആണെങ്കിലും സീറിക് ആണെങ്കിലും എൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ഒരു മീസിക് കണ്ടീഷനിലേക്ക്, ഒരു മീഡിയം വാട്ടർ കണ്ടീഷനിലേക്കാണ് എത്തുന്നത്. ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയിലേക്കാണ് അത് ക്ലൈമാക്സ് ആയിട്ട് എത്തുന്നത്. അത് എൻവയോൺമെൻറ്റിൽ ചേഞ്ച് വരാത്തോടത്തോളം കാലം അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇനി അടുത്തത് പ്രൈമറി സക്സഷൻ ഇൻ വാട്ടർ. എങ്ങനെയാണ് ഈ വാട്ടറിൽ പ്രൈമറി സക്സഷൻ നടക്കുന്നത്? സോ റോക്കിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ വാട്ടറിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ വാട്ടറിലാണെങ്കിലും ആദ്യത്തെ സക്സഷനെ സഹായിക്കുന്ന പൈനിയർ സ്പീഷീസ്, ഫസ്റ്റ് ഫോംഡ് സ്പീഷീസ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. സോ ലൈക്കൻ പോലെ വാട്ടറിലാണെങ്കിൽ അവിടെ ആദ്യത്തെ പൈനിയർ സ്പീഷീസ് എന്താണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. സോ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ത് ചെയ്യുന്നു? അതിനെ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ദേ ആർ റീപ്ലേസ്ഡ് വിത്ത് ടൈം ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആൻജിയോസ്പേംസുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആൻജിയോസ്പേംസ് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീട് റീപ്ലേസ് ചെയ്താൽ ദെൻ ബൈ റൂട്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോഫൈറ്റ്സുകൾ ഫോം ചെയ്യുന്നു. റൂട്ടഡ് ഹൈഡ്രോഫൈറ്റ്സുകൾ ഫോം ചെയ്യുന്നു. പിന്നെ സെഡ്ജസ് ഫോം ചെയ്യുന്നു. പിന്നെ ഗ്രാസസ് ഫോം ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഫൈനലി എന്തായിട്ട് മാറുന്നു? അത് ട്രീ, അതായത് ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രീയിലേക്ക് തന്നെ എത്തുന്നു. എഗെയിൻ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്തായിട്ട് മാറി? ഇവിടെയും ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി. സോ ഇവിടെയും കാലക്രമേണ എന്താണ്? നമ്മുടെ ഒരു വാട്ടർ ആയിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്. സോ വാട്ടർ ബോഡി കൺവേർട്ടഡ് ഇൻ ടു എ ലാൻഡ് ഫോം, അതായത് ഫോറസ്റ്റ് മീസിക് കണ്ടീഷനിലേക്ക് മാറുന്നു. സോ ഹൈഡ്രിക് ആണെങ്കിലും മീസിക് ആയിട്ട് മാറുന്നു, സീറിക് ആണെങ്കിലും ഒരു മീസിക് കണ്ടീഷനായിട്ട് മാറും. സോ പ്രൈമറി സക്സഷൻ ഇൻ വാട്ടർ എന്താണ്? അവിടെ ആദ്യത്തെ പൈനർ സ്പീഷീസ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. ആ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ അതിന് റീപ്ലേസ് ആയിട്ട് നമ്മുടെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആൻജിയോസ്പേംസ് വരുന്നു. പിന്നീട് വിത്ത് ടൈം റൂട്ടഡ് ഹൈഡ്രോഫൈറ്റ്സുകൾ വരുന്നു. പിന്നീട് സെഡ്ജസ് വരുന്നു. പിന്നീട് ഗ്രാസസ് വരുന്നു. ഫൈനലി ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ട്രീ ആയിട്ട് മാറുന്നു. അതായത് ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ് എഗെയിൻ അവിടെയും ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അലോങ് വിത്ത് ടൈം കാലക്രമേണ ഇവിടെയും വാട്ടർ കണ്ടീഷൻ എന്തായിട്ട് വാട്ടർ ബോഡി കൺവേർട്ടഡ് ഇൻ ടു ഒരു ലാൻഡായിട്ട് മാറുന്നു. നമ്മുടെ റോക്കിലാണെങ്കിലും എന്താണ്? അവിടെയും ആ ഒരു സീറിക് ഡ്രൈ കണ്ടീഷൻ ലാസ്റ്റ് ഒരു എന്തായിട്ട് മാറുന്നു? ഒരു മീസോഫൈറ്റിക് കണ്ടീഷനായിട്ട് മാറുന്നു. സോ വെദർ ഹൈഡ്രിക് ആണെങ്കിലും സീറിക് ആണെങ്കിലും അതിൻ്റെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്തായിട്ട് മാറുന്നു? മീസിക് കണ്ടീഷനായിട്ട് മാറുന്നു. സോ ഇതാണ് പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞത് റോക്കിലും വാട്ടറിലും നടക്കുന്നത്. സോ ഇനി സെക്കൻഡറി സക്സഷൻ ആണ് നടക്കുന്നതെങ്കിൽ, സോ സെക്കൻഡറി സക്സഷൻ നമ്മൾ പറഞ്ഞു പ്രൈമറി സക്സഷൻ നടക്കാൻ കുറേ ടൈം എടുക്കും, കുറേ വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് പ്രൈമറി സക്സഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേസമയം സെക്കൻഡറി സക്സഷൻ ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ദാറ്റ് ഇൻവേഡ് സെക്കൻഡറി സക്സഷനിൽ ഡിപ്പെൻഡ് അപ്പോൺ സം കണ്ടീഷൻസ് ഓഫ് ദ സോയിലിൻ്റെ കണ്ടീഷൻ അതിനെ എഫക്റ്റ് ചെയ്യുന്നു സെക്കൻഡറി സക്സഷൻ നടക്കണമെങ്കിൽ. അതുപോലെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അതുപോലെ അവിടുത്തെ എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന സീഡുകൾ, അല്ലെങ്കിൽ അത് ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രൊപ്പഗ്യൂൾസുകൾ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസുകൾ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ സ്പീഷീസും ഇൻവേഡ് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്. ഏത് കേസിൽ? സെക്കൻഡറി സക്സഷൻ. സോ സെക്കൻഡറി സക്സഷനിൽ സ്പീഷീസ് ഫോം ചെയ്യുന്നത് ചില ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ്? അവിടുത്തെ കണ്ടീഷൻസ് ഓഫ് ദ സോയിൽ, അതുപോലെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അവിടുത്തെ എൻവയോൺമെൻറ്റ്, അതുപോലെ അവിടെ
ഉണ്ടാകുന്ന സീഡുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊപ്പഗ്യൂൾസുകൾ എന്തൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ള അവിടെ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെക്കൻഡറി സക്സഷനിൽ സ്പീഷീസുകൾ ഇൻവേഡ് ആവുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യണത്. സോ പ്രൈമറി സക്സഷൻ്റെ പോലെ അല്ല, സെക്കൻഡറി സക്സഷൻ്റെ സമയത്ത് ഓൾറെഡി ലൈഫ് എക്സിസ്റ്റ് ചെയ്ത സ്ഥലത്താണ് സെക്കൻഡറി സക്സഷൻ നടക്കുക. ഓൾറെഡി ലൈഫ് എക്സിസ്റ്റഡ് ആയിരുന്നു, പിന്നീട് അത് ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ സെക്കൻഡറി സക്സഷനിൽ ഓൾറെഡി സോയിൽ അല്ലെങ്കിൽ സെഡിമെൻറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, റേറ്റ് ഓഫ് സക്സഷൻ മച്ച് ഫാസ്റ്റർ. നമ്മൾ പറഞ്ഞതാണ് പ്രൈമറി സക്സഷൻ വളരെ സ്ലോ പ്രോസസ്സാണ്, എന്നാൽ സെക്കൻഡറി സക്സഷൻ നടക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടാണ് നടക്കുക. സോ ഹെൻസ് ക്ലൈമാക്സിലേക്കും എത്തുമ്പോൾ വളരെ സ്പീഡായിട്ട്, സോ ക്വിക്കറായിട്ട് വളരെ വേഗത്തിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് സെക്കൻഡറി സക്സഷനിൽ സാധിക്കുന്നു. ബിക്കോസ് സോയിലിൻ്റെ പ്രസൻസ് അവിടെ അല്ലെങ്കിൽ സോയിൽ സെഡിമെൻ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് സക്സഷൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിൽ സ്പീഡായിട്ട് ക്വിക്കറായിട്ട് റീച്ച് ചെയ്യാനും സെക്കൻഡറി സക്സഷനിൽ സാധിക്കുന്നു. സോ പ്രൈമറി സക്സഷൻ ഒരു സ്ലോ പ്രോസസ്സാണ്. അവിടെ നമ്മൾ പറഞ്ഞു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തുകൊണ്ടാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുക. അതേസമയം സെക്കൻഡറി സക്സഷൻ കുറച്ചും കൂടി ഫാസ്റ്റാണ്. കാരണം അവിടെ സോയിൽ അല്ലെങ്കിൽ സെഡിമെൻറ്റ് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സക്സഷൻ ഫാസ്റ്റർ ആയിരിക്കും, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വളരെ ക്വിക്കറായിട്ട് റീച്ച് ചെയ്യും. ഏത് തരത്തിലുള്ള സക്സഷൻ ആയിക്കോട്ടെ, വെദർ പ്രൈമറി സക്സഷൻ ഓർ സെക്കൻഡറി സക്സഷൻ, അല്ലെങ്കിൽ വാട്ടറിൽ നടക്കുന്നതായിക്കോട്ടെ ലാൻഡിൽ നടക്കുന്നതായിക്കോട്ടെ. സോ വാട്ടർ അല്ലെങ്കിൽ ലാൻഡിൽ നടക്കുന്ന ഏത് സക്സഷൻ ആണെങ്കിലും, നമ്മൾ പറഞ്ഞ ഹൈഡ്രിക് ആണെങ്കിലും സീറിക് ആണെങ്കിലും, അത് പ്രൊസീഡ് ചെയ്യുന്ന ഒരു സിമിലർ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്കാണ്. ഏതാണ് സിമിലർ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി? മീസിക്. വെദർ ഹൈഡ്രിക് ആണെങ്കിലും സീറിക് ആണെങ്കിലും അത് എൻഡ് ചെയ്യുന്നത് ഒരു സിമിലർ ആയിട്ടുള്ള ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയ മീസിക്, മീഡിയം വാട്ടർ കണ്ടീഷൻസിലേക്ക് ആണ്.